നമസ്കാരം. വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പാൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പാൻ കാർഡിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ നികുതി ആദായകർക്ക് നിരവധി സംശയങ്ങളാണുള്ളത്. ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ചാണ് കൂടുതൽ ചോദ്യങ്ങളും. പുതിയ കാർഡ് പ്രതീക്ഷിച്ചിരിക്കണോ? ആദായനികുതി വകുപ്പിന്റെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ QR കോഡ് സൗകര്യമുള്ള ഒരു പുതിയ പാൻ കാർഡ് ഉടൻ ലഭിക്കും. നിലവിലെ പാൻ കാർഡ് സോഫ്റ്റ്വെയർ 15-20 വർഷം പഴക്കമുള്ളതാണെന്നും നവീകരിക്കേണ്ടതാണെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാൻ 2.0 നടപ്പാക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. ഇതോടുകൂടി നികുതിദായകർക്ക് പൂർണ്ണമായി ഡിജിറ്റലായി പാൻ സേവനം ലഭ്യമാകും. പുതിയ പാൻ കാർഡിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ നികുതിദായകർക്ക് നിരവധി സംശയങ്ങളാണുള്ളത്. ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വയ്ക്കുന്നതിനെ കുറിച്ചാണ് കൂടുതലും ചോദ്യങ്ങൾ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പറയുന്നത് 1961 ആദായനികുതി നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഒരു വ്യക്തിക്കും ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വയ്ക്കാൻ കഴിയില്ല. ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ പാൻ നമ്പർ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജുറിസ്ഡിക്ഷണൽ അസിസ്റ്റിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അധികം പാൻ കാർഡ് സറണ്ടർ ചെയ്യാനും ബാധ്യസ്ഥനാണ്. ഇങ്ങനെ അധികം പാൻ കാർഡ് സറണ്ടർ ചെയ്യാത്തവർക്ക് ആദായനികുതിയുടെ നിയമത്തിൽ സെക്ഷൻ 272B അനുസരിച്ച് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് കൈവശം വെച്ചതിന് 10,000 രൂപ പിഴ നൽകേണ്ടി വരും. നിലവിൽ ഉപയോഗത്തിലുള്ള നിങ്ങളുടെ പാൻ കാർഡ് എങ്ങനെ റദ്ദാക്കാമെന്ന് നോക്കാം. ഔദ്യോഗിക NSDL പോർട്ടലിലേക്ക് പോയി അപ്ലൈ ഫോർ പാൻ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ആപ്ലിക്കേഷൻ തരം വിഭാഗത്തിൽ താഴെ നൽകിയിട്ടുള്ള നിലവിലുള്ള പാൻ ഡേറ്റയിൽ തിരുത്തൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ ദൃശ്യമാകും. ആവശ്യമായ വിശദാംശം പൂരിപ്പിക്കുക. കൂടാതെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങളും സൂചിപ്പിക്കുക. അതിനുശേഷം സമർപ്പിക്കുക ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തി ഭാവി ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.